ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട് 2026 ഇയർലി റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താ മെസ്സേജസ് വരണേന്ന്, നിങ്ങൾക്ക് 2026 എങ്ങനെയായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. എന്താണ് നിങ്ങളുടെ 2026 ഓവറോൾ എനർജീനെ നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ 2026 ഓവറോൾ എനർജിയാണ് 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ. ജാനുവരി തൊട്ടിട്ട് മാർച്ച് വരെ നിങ്ങളുടെ എനർജി ജസ്റ്റിസ് ആണ്. ഏപ്രിൽ തൊട്ടിട്ട് ജൂൺ വരെ നിങ്ങൾക്ക് ഏസ് ഓഫ് സോഡ്സ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ നിങ്ങൾക്ക് സ്ട്രെങ്ത് എനർജി. ഒക്ടോബർ, നവംബർ, ഡിസംബർ നിങ്ങൾക്ക് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. അപ്പോൾ വെർഗോ ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഓവറോൾ എനർജി ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ 5 ഓഫ് പെൻറ്റക്കിൾസ് ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ ലോസിൻ്റെ എനർജിയാണ്. ഇതൊരു നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും, അത് ഞാൻ എത്രയും എഫേർട്ട് ഇട്ടിട്ടും എനിക്ക് ഫിനാൻഷ്യലി എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഒരു പൊതുവേ ഒരു ഫിനാൻഷ്യൽ ലാക്ക് മാതിരി ഒരു ഫീലിംഗ്, അത് എനിക്കിത് മതിയാവണില്ല, ഇത് കിട്ടണത് എനിക്ക് മതിയല്ല, എനിക്ക് കുറച്ചുകൂടി ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്, എനിക്ക് പറഞ്ഞാൽ ഡിസേർവ് ചെയ്യണത് എനിക്ക് കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് ഇവിടെ. ഇതൊരു ലവ് റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഒരു റിജക്റ്റഡ് മാതിരി ഒരു ഫീലിംഗ്, എന്താ പറഞ്ഞ ഒരു ലോൺലിനെസ്സിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതൊരു ലോ സെൽഫ് കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. 3 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയും കൂടി ഉണ്ട്. ഓക്കെ, എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ്, ഒരു എൻഡിങ്, ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു ബ്രേക്കപ്പിൻ്റെ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഹോപ്പ് ചെയ്യണു അത് കാര്യങ്ങൾ ചേഞ്ച് ആവും, എൻ്റെ ലൈഫിൽ എന്തെങ്കിലും നല്ലതായി വരും, അങ്ങനെ ഒരു ഹോപ്പ്ഫുൾ എനർജിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇത് എവിടെയാണ് വരണതെന്ന് ഈ മെസ്സേജ്. പക്ഷേ നിങ്ങളുടെ ഫസ്റ്റ് 3 months ജാനുവരി, ഫെബ്രുവരി, മാർച്ചിൽ ജസ്റ്റിസ് എനർജിയാണ്. അപ്പോൾ ഇതൊരു കാർമിക് ജസ്റ്റിസ് ആണ്, ഒരു ഫെയർ ബാലൻസ്ഡ് എനർജിയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ലീഗൽ സിറ്റുവേഷനിൽ ഉണ്ടെച്ചാൽ ഈ 3 മാസത്തിൽ എന്തോ ഒരു പോസിറ്റീവ് ന്യൂസും വരാനുള്ള ചാൻസ് ഉണ്ട്. കിങ് ഓഫ് സോഡ്സ് ലോയറുടെ എനർജിയാണ്, അതല്ല വെച്ചാൽ ഒരു ജഡ്ജിൻ്റെ എനർജി ആവാം. അപ്പോൾ എന്തോ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു നല്ല ന്യൂസ്, ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട് ആദ്യത്തെ 3 മാസത്തിൽ. ഇത് ലോ ഇല്ലച്ചാൽ ലീഗൽ ഇഷ്യൂ അല്ല വെച്ചാൽ മേ ബി നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ആവാം, അതല്ല വെച്ചാൽ ഒരു സക്സസ്സിൻ്റെ എനർജി, എന്തോ ഒരു നിങ്ങളെന്തോ ഒരു വീട് വാങ്ങിച്ചു വെച്ചാൽ എന്തോ ഒരു പ്രാക്ടിക്കൽ കാര്യം അത് സക്സസ്ഫുൾ ആവണ എനർജി. ഇമോഷൻസ്, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇതൊരു മാരേജിൻ്റെ ഡിസിഷൻ ആവാം. നിങ്ങൾ കല്യാണം കഴിക്കാനുള്ള തീരുമാനം എടുക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീനൊക്കെ ഇത് പറയാൻ ഇത് ഡിസ്കസ് ചെയ്യാണ്, അവരുടെ കൂടെ ഇത് ഷെയർ ചെയ്യണു. അപ്പോൾ അങ്ങനത്തെ എനർജിയും ആവാം. നെക്സ്റ്റ് 3 months ഏപ്രിൽ, മെയ്, ജൂൺ ഞാൻ കാണുന്നത് ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണു. അപ്പോൾ കുറേ ക്ലാരിറ്റി വരുന്നുണ്ട് അടുത്ത 3 മാസത്തിൽ. ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടായില്ല നിങ്ങളുടെ ലൈഫിൽ. ഫൈനലി ഏപ്രിൽ, മെയ്, ജൂൺ ആകുമ്പോഴേക്കും ഒരു നല്ല ഔട്ട്കം ഉണ്ടാവും. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നിങ്ങളുടെ മനസ്സിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഈ 3 മാസം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തോ ഒരു ഷോക്കിംഗ് ന്യൂസും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഈ ഷോക്കിംഗ് ന്യൂസ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ക്ലാരിറ്റി വരും. പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയണ്ടായില്ല, പക്ഷേ ഇത് എന്തോ ഒരു റെവലേഷൻ മാതിരിയാണ്, എന്തോ പുറത്ത് വരണ എനർജി, എന്തോ ഒരു ട്രൂത്ത് പുറത്ത് റിവീൽ ആവണു, അങ്ങനത്തെ എന്തോ ഒരു എനർജിയാണ്. ഇത് കുറച്ചൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരിക്കാം ആദ്യം, പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഓക്കെ, ഇത് പുറത്ത് വന്നത് നല്ലതായിരുന്നു എന്ന്. അപ്പോൾ എന്തോ ഒരു എൻഡിങ്ങും ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്ന നിങ്ങളുടെ ഇത് ഏപ്രിൽ, മെയ്, ജൂൺ ആയിരുന്നു. ഇത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറുടെ മാസങ്ങൾ കുറച്ച് ഒരു പേഷ്യൻ്റ്ലി
നിങ്ങൾക്ക് കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പേഷ്യൻ്റ്ലി അതിനെ ഡീൽ ചെയ്യാനുള്ള ഒരു ധൈര്യം ആണ് യൂണിവേഴ്സ് ഇവിടെ തരണത്. 8 of Swords കുറേ സ്റ്റാഗ്നൻ്റ് എനർജിയും ഉണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലാവില്ല, എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് അറിയണ്ടാവില്ല. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ഷോക്കിംഗ് ന്യൂസ് വരുന്നുണ്ട്. അതിന് ആ ന്യൂസ് വന്നു കഴിഞ്ഞ സമയമാണ് ഇത്. അപ്പോൾ ഉടനെ നിങ്ങൾക്ക് അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ യൂണിവേഴ്സ് ആദ്യം പറയണത് എന്താ വെച്ചാൽ ഈ മാറ്റം വന്നത് നല്ലതാണ് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ഇതിൽ ഞാൻ കാണുന്നത് ഒരു ചേഞ്ച് ഓഫ് ഫോർച്യൂണാണ്. എന്തോ ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഒരു നല്ല ന്യൂസ്, ഒരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട്. നല്ല സമയം വരാൻ പോകുന്നുണ്ട്. ആ നല്ല സമയം വരണത് ലാസ്റ്റ് 3 monthsലാണ്, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോഴാണ് ഞാൻ എബണ്ടൻസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ കുറേ പൈസ വരണ എനർജി ഉണ്ട്, കുറേ ഒരു ഫാമിലി സ്റ്റെബിലിറ്റി ഉണ്ട്, കുറേ സ്ട്രെസ്സും ഉണ്ട്. പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വരണത് ഈസി ആയിട്ടല്ല വരണേ. നിങ്ങൾ കുറേ സ്ട്രെസ് എടുക്കുന്നുണ്ട്, ടെൻഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു സക്സസ്ഫുൾ കംപ്ലീഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഈ സ്ട്രെസ്സൊക്കെ എടുക്കുന്നത് അതിൻ്റെ ഒരു പോസിറ്റീവ് ഔട്ട്കം നിങ്ങൾക്ക് ലാസ്റ്റ് 3 monthsലാണ് കിട്ടാൻ പോണത്. അപ്പോൾ എന്തോ ഒരു കംപ്ലീഷൻ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത പോലെ ലൈഫിൽ എന്തോ ഒരു വലിയ അച്ചീവ്മെൻറ്റ് ചെയ്ത പോലെ. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജി ഞാൻ കാണുന്നുണ്ട്. ലാസ്റ്റ് 3 monthsൽ മേ ബി നിങ്ങൾ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പുറമെ പോകാനുള്ള ചാൻസും ഉണ്ട്. അബ്രോഡ് പോകണ, ട്രാവൽ ചെയ്യണ എനർജിയും കാണാനുണ്ട്. അപ്പോൾ എന്താണ് ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് 2026-ൻ്റെ ചാലഞ്ച് നിങ്ങൾക്ക് 5 of Wands ആണ്. 5 of Wands കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ്, കോമ്പറ്റീഷൻ്റെ എനർജിയാണ്, വഴക്കിൻ്റെ എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ചില എൻഡിങ്സ് കാണാനുണ്ട്. ചില റിലേഷൻഷിപ്സിന് നിങ്ങൾ വാക്ക് അവേ ചെയ്യണു, ചില എൻഡിങ്സ് ഉണ്ടാവുന്നുണ്ട്, ചില ആൾക്കാരുടെ കൂടെ വഴക്കുണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 3 of Swords ഉള്ളത്. എന്താ വെച്ചാൽ ഇതൊക്കെ നിങ്ങളുടെ അറിയണ ആൾക്കാരുടെ കൂടെയാണ് നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച് ചെയ്യണത്. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഫയർ സൈനാണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൻ്റെ കൂടെ ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. പക്ഷേ അതൊരു ടോക്സിക് സിറ്റുവേഷൻ ആയിരുന്നു എന്തായാലും. അപ്പോൾ അങ്ങനത്തെ ടോക്സിക് സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിന് മാറി പോകണു. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് 2026-ൻ്റെ. എന്താ വെച്ചാൽ അതിന് പുറത്തു വരാൻ തന്നെ ഒരു കുറേ എഫേർട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആ ടോക്സിക് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിനെ ഫൈനലി വിടണു. അഡ്വൈസ് നിങ്ങൾക്ക് Knight of Swords ആണ്. യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരും. ആ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾക്കൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്തിട്ട് മുമ്പോട്ട് പോകണം. എന്താ വെച്ചാൽ അതിൽ ഡിലേ ചെയ്താൽ നിങ്ങൾക്കത് നഷ്ടമാവും. ഇതൊരു വർക്ക് റിലേറ്റഡ് കാര്യമാവാം. ചില വർക്ക് ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങൾക്ക് സഡൻലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കിട്ടുന്നുണ്ടാവുക. ഇതൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണ കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. പക്ഷെ അത് വരണത് അൺഎക്സ്പെക്റ്റഡ്ലി ആണ്. അപ്പോൾ അത് വരുമ്പോൾ ഉടനെ ആക്ഷൻ എടുക്കുക. കൂടുതൽ ആലോചിച്ചിരുന്നാൽ അത് ചിലപ്പോൾ മിസ് ഔട്ട് ആവും. അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് ഇവിടെ എന്താ വെച്ചാൽ 4 of Swords. ഹെൽത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കണം. ഹെൽത്ത് എന്ന് വെച്ചാൽ ഫിസിക്കൽ ഹെൽത്തും ആവാം, ഇമോഷണൽ ഹെൽത്തും ആവാം. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ കുറേ വർക്കഹോളിക്കാണ്, കുറേ ട്രാവൽ ചെയ്യണ ടൈപ്പാണ് വെച്ചാൽ കുറച്ച് റെസ്റ്റ് എടുക്കാനാണ് യൂണിവേഴ്സ് പറയണത്. അതല്ല വെച്ചാൽ ട്രാവൽ ചെയ്യണ സമയത്ത് കുറച്ച് സൂക്ഷിക്കുക. എന്താ വെച്ചാൽ ഈ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആവണം. 7 of Pentacles ഇവിടെ വെയിറ്റിംഗ് എനർജിയാണ്. അപ്പോൾ പേഷ്യൻസിൻ്റെ ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കുറേ ആലോചിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം ആക്ഷൻ എടുക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉടനെ ആക്ഷൻ എടുക്കേണ്ടി വരും. പക്ഷെ എന്താ ചെയ്യണമെന്ന് വെച്ചാലും എല്ലാം ഒരു എന്താ പറയുക, എല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം. പറഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പൾസിവ്ലി റിയാക്ട് ചെയ്യരുത്. ഫിനാൻഷ്യലി നല്ല സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2026. പക്ഷേ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓവറോൾ മെസ്സേജ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ചാലഞ്ചിങ് മന്ത് എന്താണ്? ഏറ്റവും ചാലഞ്ചിങ് മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതാണ്? ചാലഞ്ചിങ് മാസം നിങ്ങൾക്ക് നവംബറാണ്. ഏറ്റവും നല്ല മാസം നിങ്ങൾക്ക്
ഡിസംബർ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് വെർഗോ. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. പക്ഷേ നിങ്ങൾക്കൊരു 2026 പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.